വീട്ടിലെത്തി. അമ്മ പോവാണ്, അമ്മ പോവാണ്, അമ്മ പോവാണ്, വീട്ടിലേക്ക് പോവാണ്. ഞാനുണ്ട്, നന്നുണ്ട്, നയുണ്ട്, ഞാനുണ്ടല്ലോ. പോവാണ്, അമ്മ പോവാണ്, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആക്ച്വലി അയാശ ഓൾറെഡി എല്ലാവരെയും വീഡിയോയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീക്കെൻഡിൽ ഫാമിലി ആയിട്ട് നമ്മുടെ അളിയനും എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ മസ്കറ്റിൽ സവാദി ബീച്ചിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ വീക്കെൻഡൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈവനിങ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ആ ടൈമിൽ പോകണം എന്നുള്ളത്. പിന്നെ ഈവനിങ് ഒരു 5:30 ആ ടൈമിലാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ കുറച്ച് ടൈം അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സവാദി ബീച്ചിൻ്റെ അട്രാക്ഷൻ എല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പാരാ ട്രക്കിംഗ് തന്നെയാണ്. പാരാ ട്രക്കിംഗ് റൗണ്ടിൽ 15 to 20 മിനിറ്റ്സ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. പക്ഷേ ഇത്തവണ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ പിള്ളേർ ഭയങ്കര കളിയായിരുന്നു. മണൽ വാരിയിട്ടും വെള്ളത്തിലിറങ്ങിയിട്ടും മറ്റുമായിട്ട് അവർ കിട്ടിയ ടൈം ശരിക്കും യൂട്ടിലൈസ് ചെയ്തെന്ന് തന്നെ പറയാം. വളരെ കുറഞ്ഞ ടൈം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവരെ റൂമിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാമെന്നുള്ള രൂപത്തിൽ സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു സൺസെറ്റിങ് ടൈമായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് ഫാമിലീസായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് സവാദി ബീച്ച്. എസ്പെഷ്യലി ഇവിടെ വെള്ളത്തിലിറങ്ങാൻ പറ്റും. അതുപോലെ കിഡ്സിനായിട്ട് പ്രത്യേക ഒരു പാർക്കെല്ലാം ഉണ്ട് അവിടെ പോയിട്ട് ഇവർക്ക് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യാം. പിന്നെ സോ നല്ലൊരു ഏരിയയാണിത്. നമ്മൾ പിന്നെ പാർക്കിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെയും കൂടെ പോയാൽ പിന്നെ ഇവർ ഇറങ്ങി വരാൻ ഒരുപാട് ലേറ്റായി പോകും. അവരെ കളിന്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റായി പോകും. അപ്പോൾ ഇവർ ബീച്ചിൽ തന്നെ കുറച്ച് ടൈമും കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇവർ തീരത്തൊരു ഫിഷ് ചത്ത് കിടക്കുന്നതായിട്ട് കാണുന്നത്. നമ്മുടെ തിരണ്ടി മീനില്ല, അതാണ് സംഭവം. പിന്നെ അതിനായിട്ട് കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അവർ വീണ്ടും കളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് തീരത്ത് ഒരുപാട് ഷെല്ല് അടിഞ്ഞിട്ടുള്ളൊരു തീര നമുക്ക് കാണാൻ കഴിയുക. കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയാൽ നന്നായിട്ട് ഷെൽസൊക്കെ ഉള്ളതായിട്ട് കണ്ടായിരുന്നു. പിന്നെ ബാക്കിലോട്ട് നോക്കിയപ്പോഴാണ് റുവ ബേബിയെ ശ്രദ്ധയിൽപ്പെട്ട്. അപ്പോൾ അവളെ എടുത്തുകൊണ്ട് തീരത്ത് കുറച്ച് സമയം ഇങ്ങനെ നിന്നു. അവൾക്ക് ബീച്ചെല്ലാം കാണിച്ചു. ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ടൈം അവിടെ ഇങ്ങനെ നിന്നു. പിള്ളേർ ആരെ വിളിച്ചിട്ടും കയറി വരുന്നില്ല വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ടൈമായി. നേരം ഇരുട്ടി തുടങ്ങി. എന്നിട്ട് പിള്ളേർ കയറാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഫൈനലി എല്ലാവരെയും വലിച്ചു കയറ്റി. അങ്ങനെ ഫൈനലി ഇവരുടെ കളിയും കുളിയെല്ലാം കഴിഞ്ഞ് പോകുന്നൊരവസ്ഥയാണിത്. ഫുൾ ടയേർഡായിട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട്.